الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അർഹമുറാഹിമീനായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തഖ്വയുള്ളവരായി അമലു സ്വാലിഹാത്തുകൾ ധാരാളമായി ചെയ്ത് ചെറുതും വലുതുമായ തിന്മകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് റബ്ബ് തൃപ്തിപ്പെടുന്ന ജീവിതം നയിക്കണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും രണ്ട് ലോകത്തും അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം മനുഷ്യത്വമുള്ള സകല മനുഷ്യരെയും കരയിപ്പിക്കുന്ന, ഹൃദയം തകർന്നു പോകുന്ന ഒരു സംഭവം ഉണ്ടാവുകയുണ്ടായി. അത് അധ്യാപികയായിട്ടുള്ള, 2-3 കുഞ്ഞുങ്ങളുടെ മാതാവായിട്ടുള്ള ഒരു സ്ത്രീ പ്രായം ചെന്ന തൻ്റെ ഭർത്താവിൻ്റെ മാതാവിനെ, അമ്മായി എന്ന് പറയുന്ന തൻ്റെ ഭർത്താവിൻ്റെ മാതാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും അവർ ഇരുന്നിരുന്ന കട്ടിൽ നിന്ന് ഉന്തിത്തള്ളി താഴേക്ക് ഇടുകയും ചെയ്തിട്ടുള്ള വളരെ ക്രൂരമായ സംഭവം. ആ സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ്. അതോടൊപ്പം വളരെ അപമാനകരമായിട്ടുള്ള
ഒരു കാര്യമാണ്. വിവരവും വിദ്യാഭ്യാസവും പ്രബുദ്ധതയുമൊക്കെയുള്ള ചിന്താശേഷിയുള്ള, പ്രത്യേകിച്ച് അധ്യാപിക എന്നൊക്കെ പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു നിലവാരം, അതൊന്നും തന്നെ പരിഗണിക്കാതെ മുതിർന്ന, പ്രായം ചെന്ന തൻ്റെ ഭർത്താവിൻ്റെ മാതാവിനെ ഇങ്ങനെ പീഡിപ്പിക്കുന്ന, ഇത് നിരന്തരമായി തുടരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴാണത് ആളുകൾ കണ്ടത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുമ്പാകെ വന്നത് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സത്യവിശ്വാസികളായ, പരിശുദ്ധനായ റബ്ബിൽ വിശ്വസിക്കുന്ന, മലായികത്തുകളിൽ വിശ്വസിക്കുന്ന, അംബിയ മുർസലീങ്ങളിലും വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്ന, ഉഖറവിയായ ലോകത്ത് വിശ്വസിക്കുന്ന, ഖലാ ഖദറിൽ വിശ്വസിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കുന്ന ഉന്നതമായിട്ടുള്ള ഇസ്ലാമിക സംസ്കാരമുണ്ടോ? ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു അതവുണ്ടല്ലോ, പ്രായം ചെന്ന ആളുകളെ ബഹുമാനിക്കുക, അവരെ ആദരിക്കുക, അവർക്ക് സ്നേഹം നൽകുക, അവരോട് കാരുണ്യത്തോടുകൂടെ നിലകൊള്ളുക. ഇതൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടോ, കുടുംബത്തിലുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന സമയമാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ, 1-2 വർഷങ്ങൾക്കിടയിലാണ് മുസ്ലിമായിട്ടുള്ള, എന്ന് പറഞ്ഞാൽ മുസ്ലിം പേരുള്ള മകൻ തൻ്റെ പിതാവിൻ്റെ മുഖത്തടിച്ച് അങ്ങനെ ആ പിതാവ് മറിഞ്ഞു വീഴുകയും അങ്ങനെ മരണപ്പെടുകയും ചെയ്ത സംഭവം നമ്മുടെ ഈ നാട്ടിലാണ്, ഈ കേരളത്തിലാണ് ഉണ്ടായത് എന്ന് നമ്മൾ ഓർക്കുക. എത്ര ലജ്ജാകരമാണ്! അങ്ങനെ എത്രയോ സംഭവങ്ങൾ. സഹോദരങ്ങളെ, മുസ്ലിമായിട്ടുള്ള ഒരു മനുഷ്യൻ, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ, അവന് പ്രായമുള്ള ആളുകളെ പ്രത്യേകം ബഹുമാനിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു തആല പറഞ്ഞത് വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ എല്ലാം അല്ലാഹു ആദരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മേക്കാൾ പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും തയ്യാറാകണം എന്നുള്ളതാണ്. പരിശുദ്ധ ഇസ്ലാം, ഇസ്ലാമിക ശരീഅത്ത്, അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പ്രായം ചെന്ന ആളുകളുടെ അവകാശങ്ങൾ അത് സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യന്റെ രക്തം, അവന്റെ സമ്പത്ത്, അവന്റെ അഭിമാനം, ഇതൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത് ദീനിന്റെ ഒരു ലക്ഷ്യമാണ്. അതോടൊപ്പം തന്നെ പ്രായം ചെന്ന ആളുകളുടെ അവകാശങ്ങളെ സംരക്ഷിക്കണം എന്നുള്ളത് ഇസ്ലാമിക ശരീഅത്തിന്റെ ഒരു താല്പര്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലോകപ്രസിദ്ധരായ ഇസ്ലാമിക പണ്ഡിതന്മാർ എഴുതുകയുണ്ടായി, ഇന്ന മിൻ മകാരിമിൽ അളീമതി വൽ ഫളായിലിൽ ജസീമ, ഉന്നതമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളിൽപ്പെട്ടതാണ്, അതുപോലെ തന്നെ നന്മ നിറഞ്ഞ സുഹൃതങ്ങളിൽപ്പെട്ടതാണ് അൽ ബിർറു വൽ ഇഹ്സാനു ഇലാ കിബാരിസിൻ, പ്രായം ചെന്ന ആളുകൾക്ക് നന്മ, അവർക്ക് സേവനം, പുണ്യം, ഇതൊക്കെ ചെയ്യുക എന്നുള്ളത് അങ്ങനെയുള്ള ഉന്നതമായിട്ടുള്ള സ്വഭാവ സംസ്കാരങ്ങളും അതുപോലെ തന്നെ പുണ്യകർമ്മങ്ങളിലും പെട്ടതാകുന്നു എന്നാണ്. വലിആയതു ഹുഖൂഖിഹിം, അവരുടെ അവകാശങ്ങളെ കാത്ത് സംരക്ഷിക്കുക, വൽ ഖിയാമു ബിവാജിബാതിഹിം, പ്രായം ചെന്ന ആളുകളുടെ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അത് നൽകുക, അത് അവർക്ക് കിട്ടിയെന്ന് ഉറപ്പുവരുത്തുക. അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, അതൊക്കെ നീക്കം ചെയ്യാൻ, അത് പരിഹരിക്കാൻ, അവരുടെ വേദനകൾ ഇറക്കി വെക്കാൻ, അതിനൊക്കെ തയ്യാറാകുക എന്നുള്ളത് ഇസ്ലാമികമായ സ്വഭാവങ്ങളിൽ, സംസ്കാരങ്ങളിൽ പെട്ടതാണ്. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമങ്ങള്, വ്യഥകള്, നൊമ്പരങ്ങള്, അവരുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ദൂരീകരിക്കാൻ പരിശ്രമിക്കുക, മുന്നോട്ട് ചൊല്ലുക എന്നുള്ളത് ഇസ്ലാമികമായിട്ടുള്ള പുണ്യകർമ്മങ്ങളിൽ പെട്ടതാണ് എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ നമ്മൾ നിർവഹിച്ചാലോ പ്രിയമുള്ളവരെ, അങ്ങനെ പ്രായം ചെന്ന ആളുകളോട് നമ്മൾ നിലകൊണ്ടാലോ,
അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള്, നമ്മൾ അഭിമുഖീകരിക്കുന്ന സംഗതികള്, ആ സംഗതികൾ നമുക്ക് എളുപ്പമായി കിട്ടുവാനും ബറക്കത്തിനും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനും അള്ളാഹു ബറക്കത്ത് ചൊരിയുവാനും അത് കാരണമാകും എന്നുള്ളതാണ്. വൻസിറാഫുൽ ഫിത്നി വൽ മിഹൻ വൽ ബലായ, പരീക്ഷണങ്ങള്, ദുരന്തങ്ങള്, ദുരിതങ്ങളൊക്കെ നമ്മിൽ നിന്ന് അകന്നു പോകാൻ പ്രായം ചെന്ന ആളുകൾക്ക് സേവനം ചെയ്യുകയും അവർക്ക് ശുശ്രൂഷ നൽകുകയും അവർക്ക് ആദരവും ബഹുമാനവും കാരുണ്യവും സ്നേഹവും ചൊരിയുക എന്നുള്ളതിൽ പെട്ടതാണ് എന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ തന്റെ സുനനിൽ 2594 നമ്പറായിട്ട് പറയുകയാണ്. അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉബ്ഹൂനി അൽളുഅഫാ, ദുർബലന്മാരായിട്ടുള്ള, പ്രായം ചെന്ന് തൊലി ചുക്കിച്ചുളിഞ്ഞ് പല്ല് കൊഴിഞ്ഞ് മുടി നരബാധിച്ചിട്ടുള്ള, നടക്കാൻ വയ്യാത്ത, നിവർന്നാൽ ശരിക്ക് നിൽക്കാൻ കഴിയാത്ത, മുതുകു വളഞ്ഞ, അങ്ങനെ ഒരുപാട് ദുർബലതകൾ അനുഭവിക്കുന്ന, അങ്ങനെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെവിടെ എന്ന് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്. എന്തിന്? അവർക്ക് നന്മ ചെയ്യാൻ, അവരുടെ മനസ്സിന് സന്തോഷം നൽകുവാൻ, അവരുടെ കണ്ണീരൊപ്പുവാൻ, അവരുടെ വേദന ഇല്ലായ്മ ചെയ്യുവാൻ. മഹാനായ റസൂലുള്ള തുടർന്ന് പറയുകയാണ്, ഫഇന്നമാ തുർസഖൂന വതുൻസറൂന ബിളുഅഫായികും, നിങ്ങൾക്കിടയിലുള്ള ദുർബലന്മാരും പാവപ്പെട്ടവരുമുണ്ടല്ലോ, അവര് കാരണമാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകപ്പെടുന്നത്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സഹായം ലഭ്യമാകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് റിസ്ക് കിട്ടുന്നു, നമുക്ക് നല്ല ജോലി, ശമ്പളം, നമുക്ക് വരുമാനം, ഇതൊക്കെ കിട്ടുന്നത് നമ്മുടെ തടിമിടുക്ക് കൊണ്ടോ, നമ്മുടെ പേശീബലം കൊണ്ടോ, നമ്മുടെ തറവാട് മഹിമ കൊണ്ടോ അല്ല. ഒരു കാരണം പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാ, ഫഇന്നമാ തുർസഖൂന വതുൻസറൂന ബിളുഅഫായികും, നിങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രായം ചെന്ന, തൊലി ചുക്കിച്ചുളിഞ്ഞ അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, ആ ആളുകൾ നിമിത്തമാണ് എന്നുള്ളതാണ്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നൊരു കാര്യമുണ്ട്, അത്തഹ്ദീറു മിനത്ത് തകബ്ബുരി അലൽ ഫുഖറാഇ വൽളുഅഫാ, പ്രായം ചെന്ന ആളുകൾ, അതുപോലെ ദരിദ്രന്മാർ, അവരോട് അഹങ്കാരം കാണിക്കുന്നതിൽ നിന്ന് പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്ന. അഹങ്കാരത്തിന്റെ കണിക പോലും പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം. ആരുടെയെങ്കിലും ഹൃദയത്തിൽ അണുമണി തൂക്കം അഹങ്കാരമുണ്ടെങ്കിൽ ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ദർറത്തിൻ മിൻ കിബർ, അഹങ്കാരത്തിന്റെ അണുതൂക്കം ഏതൊരുവന്റെ ഹൃദയത്തിലുണ്ടോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ നബിയുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയാ, പ്രത്യേകമായിട്ട് ദുർബലന്മാരുടെ, പ്രായം ചെന്ന ഇങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, അതുപോലെ ദരിദ്രന്മാരുടെ, അവരോട് എന്തിൻ്റെങ്കിലുമൊക്കെ പേരിൽ അഹങ്കാരം നടിക്കുന്ന ഒരു സ്വഭാവം അതൊരിക്കലും പാടില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഈ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യം, അങ്ങനെയുള്ള പാവപ്പെട്ടവരോടും ദുർബലന്മാരോടും പ്രായം ചെന്ന ആളുകളോടും നന്മ ചെയ്യണം, അവരോട് സ്നേഹം പ്രകടിപ്പിക്കണം എന്നുള്ളതാണ്. സ്വഹീഹുൽ ജാമിഅ 2884 വചനം, അൽ ബറകതു മഅ അകാബിരിഹിം, ബറക്കത്ത് എന്ന് പറയുന്നത്, നമ്മൾ ഈ ബറക്കത്ത് എന്നൊക്കെ പറയുന്നത് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് മുടിയിൽ, അതുപോലെയുള്ള മറ്റുള്ള അവശിഷ്ടങ്ങളിലൊക്കെ എന്നുള്ളതാണ്. അള്ളാന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അൽ ബറകതു മഅ അകാബിരിഹിം, തങ്ങളുടെ കൂട്ടത്തിലെ, കുടുംബത്തിലെ, ചുറ്റുപാടിലേക്ക് പ്രായം ചെന്ന ആളുകളുണ്ടല്ലോ, അവരോട് നല്ല നിലയിൽ നിലകൊള്ളുക, അവിടെയാണ് അല്ലാഹുവിന്റെ ബറക്കത്ത് കിട്ടുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ
ചില ആളുകൾ എന്ത് ചെയ്യും, ഗർഭപാത്രത്തിൽ തന്നെ മരണപ്പെടും. ചില ആളുകൾ ജനിച്ച ഉടനെ മരണപ്പെടും. ചില ആളുകൾ യൗവനത്തിൽ മരണപ്പെടും. ഏത് പ്രായത്തിലും മരണപ്പെടാം. എന്നിട്ട് പറയാൻ സൂറത്തുൽ ഹജ്ജ് 5-ാമത്തെ വചനത്തിൽ വമിൻകും മൻ യുതവഫാ, നിങ്ങളുടെ കൂട്ടത്തിലും മരണപ്പെടുന്നവരുണ്ട്. വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമുർ, പ്രായത്തിന്റെ വിവശത അനുഭവിക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് ആയുസ് നീട്ടിക്കൊടുക്കുന്ന ആളുകളുമുണ്ട്. അങ്ങനെയുള്ള ആളുകളും ഉണ്ടാകാം. ആ ജനവിഭാഗങ്ങളോട് അവർ നമ്മുടെ പിതാവായിരിക്കാം, നമ്മുടെ മാതാവായിരിക്കാം, നമ്മുടെ ബന്ധുവായിരിക്കാം, അയൽവാസിയായിരിക്കാം, സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന മഹല്ലത്തിലുള്ള ഏതെങ്കിലും ഒരാളായിരിക്കാം. ആ പ്രായം ചെന്നയാൾ അദ്ദേഹത്തോട് നന്മ ചെയ്യണം, അദ്ദേഹത്തോട് കരുണ കാണിക്കണം, അദ്ദേഹത്തോട് ബഹുമാനം പുലർത്തണം, അദ്ദേഹത്തിന് ആദരവ് നൽകണം. നിങ്ങൾ നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രായം ചെന്ന ആളുകളുടെ അവകാശത്തെക്കുറിച്ച്, അവരുടെ നന്മയെക്കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലാ ഉനബ്ബിഉകും ബിഖിയാരികും, നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ നിങ്ങളുടെ കൂട്ടത്തിൽ നന്മയുള്ള ആളുകൾ ആരാണ് എന്ന്. നിങ്ങളുടെ കൂട്ടത്തിൽ ഖൈറായിട്ടുള്ള ഉത്തമന്മാരായ ആളുകൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. കാലു, സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, അതെ. അപ്പോ റസൂലുള്ള പറയാണ്, ഖാൽ ഖിയാറുക്കും അത്വലുക്കും അഅമാറാ ഇദാ സദ്ദദു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ എന്ന് പറയുന്നത് ആയുസ്, ദീർഘായുസ് ലഭിക്കുകയും എന്നാൽ അതോടൊപ്പം നേരെ ചൊവ്വേ ജീവിക്കുകയും മുസ്തഖീമായി ജീവിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാകുന്നു. അപ്പോ ഉത്തമരായ ആളുകൾ എന്ന് പറഞ്ഞാൽ ദീർഘായുസ് ലഭിക്കുക, അതോടൊപ്പം അള്ളാഹുവിനോടുള്ള കടമകൾ നിർവഹിച്ച് ഇസ്ലാമിക മര്യാദയോടുകൂടെ ജീവിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന, അള്ളാഹുവിനെ ഭയന്ന് അള്ളാഹുവിന് തഖ്വയുള്ള ഒരാളായി ജീവിക്കുമ്പോൾ, പ്രായമുള്ള ആളായിട്ട് ആ മനുഷ്യരാണ് ഉത്തമന്മാർ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ആയുസ്സിൽ നന്മയൊക്കെ ഉണ്ടാകുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സഹീഹ് മുസ്ലിമിലെ 2682-ാമത്തെ വചനം. ഈ വചനമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ലാ യതമന്ന അഹദുകുമുൽ മൗത്ത്, നിങ്ങളിൽ ഒരാളും മരണം കൊതിക്കരുത്. നിസ്സാര പ്രശ്നമുണ്ടാകുമ്പോഴേക്കും മരിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്ന വളരെ അവിവേകം നിറഞ്ഞ വാക്കുകൾ ഒരുപക്ഷെ മകന്റെ ഭാഗത്തോ ഭാര്യയുടെ ഭാഗത്തോ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നോ ഒക്കെ ഉണ്ടാകുന്ന ചില പരാമർശങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ജോലിയിൽ ഉണ്ടാകുന്ന, കച്ചവടത്തിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരു വീഴ്ചയുടെയോ പരീക്ഷണത്തിന്റെയോ പേരിൽ ആളുകളെ പറയാ മരിച്ചാൽ മതിയായിരുന്നു എന്ന്. എന്നാൽ ഈമാനുള്ള ഒരാൾ അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല. നിങ്ങൾക്കറിയുമോ, കഴിഞ്ഞ ആഴ്ച ഒരു 5-6 ദിവസത്തിനുള്ളിലാണല്ലോ നമ്മുടെ ഈ കേരളത്തിൽ 7 വയസ്സായൊരു കുട്ടി ബാത്റൂമിൽ കയറി പിന്നെ ഷാള് കഴുത്തിൽ ചുറ്റി ആത്മഹത്യ ചെയ്തത്. ആ കുട്ടിയുടെ മാതാവ് ഫോൺ കൊടുക്കുന്നതിനുമായി ബന്ധപ്പെട്ട് ഫോൺ ചോദിച്ചു, കൊടുക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ചെറിയൊരു വഴക്ക് നടന്നു, കുട്ടി ബാത്റൂമിൽ കയറി ആത്മഹത്യ ചെയ്തു. ഇതാണ് നമ്മുടെ വളർന്നു വരുന്ന തലമുറയുടെ അവസ്ഥ. അപ്പോ ഇതൊക്കെ എങ്ങനെ പരിഹരിക്കാൻ കഴിയും? ഒരേ ഒരു മരുന്നേ ഉള്ളൂ പ്രിയമുള്ളവരെ. നമ്മുടെ വീട്ടിൽ ഖുർആനിന്റെ വെളിച്ചമുണ്ടാകണം. നമ്മുടെ വീട്ടിൽ മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മാർഗനിർദ്ദേശങ്ങള്, ആ തിരുചര്യ, അതിന്റെ വെളിച്ചം നമ്മുടെ വീട്ടിലുണ്ടാകണം. ഇസ്ലാമികമായ അന്തരീക്ഷം ഉണ്ടാകണം. കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. പരലോക വിശ്വാസം അവരുടെ മനസ്സിലിങ്ങനെ നിറച്ച് കൊടുക്കണം. അപ്പോഴാണ് അവർക്ക് ഇങ്ങനെയുള്ള തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുക.
ചെയ്യുക. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, കുട്ടികളാകട്ടെ ആരുമാകട്ടെ, ലാ യതമന്ന അഹദുകുമുൽ മൗത്ത്, നിങ്ങളിൽ ഒരാളും മരണത്തെ കൊതിക്കരുത്. വലാ യദഉ ബിഹി മിൻ ഖബ്ലി അൻ യഅതിയഹു, മരണം അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചതിന് മുമ്പ്, ആ നിശ്ചയിച്ച സമയത്ത് അത് വരുമല്ലോ, അത് വരുന്നതിന് മുമ്പ് മരിച്ചാൽ മതിയായിരുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത്. അള്ളാഹുവിന്റെ റസൂൽ പറയാൻ, ഇന്നഹു ഇദാ മാത അഹദുകും ഇൻകത അമലു, എന്താണ് പ്രശ്നം? ഒരാൾ മരിച്ചാൽ പിന്നീട് അവന് അമലുകൾ ചെയ്തുകൊണ്ട് ആഖിറത്തിൽ ഉഖറവിയായ ലോകത്ത് രക്ഷ ലഭിക്കാൻ സാധ്യമല്ല. പിന്നീട് അവന് ഹിസാബിന്റെ ലോകത്താണ്. അമലിന്റെ ലോകം മരണം സംഭവിച്ചാൽ അത് അവസാനിക്കുന്നു. അതുകൊണ്ട് ഇന്നഹു ലാ യസീദുൽ മുഅ്മിന ഉംറുഹു ഇല്ലാ ഖൈറാ, അവന് മരിക്കണമെന്ന് പറയണ്ട, അങ്ങനെ പ്രാർത്ഥിക്കണ്ട, മറിച്ച് ആയുസ്സുണ്ടാവട്ടെ. ആ ആയുസ്സുണ്ടായിക്കഴിഞ്ഞാൽ അവന് നന്മ, വിശ്വാസിയാണോ അവന് നന്മ ചെയ്യുന്നുണ്ടോ, എന്നാൽ ഖൈറല്ലാതെ നന്മയല്ലാതെ അവന് വർദ്ധിക്കുകയില്ല എന്നുള്ളതാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റഹ്മാൻ അതിന്റെ 60-ാമത്തെ വചനം, ഹൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ, നന്മക്ക് നന്മയല്ലാതെ പ്രതിഫലമുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ നന്മ ചെയ്താൽ പ്രിയമുള്ളവരെ അതിൻ്റെ നന്മ നമുക്ക് റബ്ബ് തരും. പ്രായമുള്ളവരോട് നിങ്ങൾ നന്മ കാണിക്കുക, അവർക്ക് സ്നേഹം ചൊരിയുക. എന്തെല്ലാം കാര്യങ്ങളാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഒരു ഹദീസിൽ കാണാം, ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാഹ് 4843 നമ്പർ നൽകുന്ന വചനത്തിൽ കാണാം, ഇന്ന മിൻ ഇജ്ലാലില്ലാ, ജല്ല ജലാലായ പടച്ച റബ്ബനെ, ആ റബ്ബിനോടുള്ള ആ ഒരു ഈമാൻ, ആ റബ്ബിനോടുള്ള ഒരു കടപ്പാട്, അതിൽ പെട്ടതാണ് ഇക്റാമു ദിശ്ശൈബത്തിൽ മുസ്ലിം, ഒരു നരബാധിച്ച മുസ്ലിമായിട്ടുള്ള ഒരാളെ ആദരിക്കുക എന്നുള്ളത്. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മുടെ കൂട്ടത്തിൽ പ്രായം ചെന്ന നരബാധിച്ച ഒരു മുസ്ലിമായ നല്ലൊരു മനുഷ്യൻ, ആ മനുഷ്യനെ ബഹുമാനിക്കുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള ആ ഒരു ബഹുമാനത്തിൻ്റെ, അള്ളാഹുവിനോടുള്ള ആ ഒരു ഈമാനികമായിട്ടുള്ള സംഗതിയിൽ പെട്ടതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒരുപാട് മര്യാദകൾ, സലാം പറയുന്ന ആ ഒരു അവസരത്തിൽ പോലും ചെറുപ്പക്കാര്, പ്രായം കുറഞ്ഞവര്, പ്രായം കൂടിയവർക്ക് സലാം പറയണം എന്നുള്ളതാണ്. നന്മ ചെയ്യും, സംസാരിക്കുമ്പോൾ നല്ല വാക്കുകൾ കൊണ്ട് അവരെ അഭിമുഖീകരിക്കണം. സംസാരത്തിന് അവസരം കൊടുക്കുമ്പോൾ ഒരു സദസ്സിൽ പ്രായം ചെന്നവർക്ക് ആദ്യമായി പരിഗണന നൽകുക. ഇതൊക്കെ ഇസ്ലാമിക മര്യാദയിൽപ്പെട്ടതാണ്. സ്വഹാബ കിറാം അങ്ങനെയായിരുന്നു. പ്രായമുള്ള ആളുകൾക്ക് വലിയ ബഹുമാനം നൽകിയിരുന്നു. പരിശുദ്ധ ഖുർആൻ തന്നെ എന്താ പറയുന്നത്? മാതാപിതാക്കള്, വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു എന്നാണല്ലോ, അവന് മാത്രം ആരാധിക്കുവാൻ, റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുവാൻ. രണ്ടാമതായി പറയുന്ന കാര്യം എന്താ? വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. എങ്ങനെയാണ് നന്മ ചെയ്യുക? നമ്മൾ അരിയോ ഭക്ഷണോ അല്ലെങ്കിൽ മരുന്നൊക്കെ കൊണ്ടുപോയി കൊടുക്കുക, മനസ്സോടെ ഒരുതരം വെറുപ്പോടുകൂടെ അത് നന്മയാകുമോ? ഒരിക്കലുമില്ല. നല്ല മനസ്സോടുകൂടെ ആത്മാർത്ഥമായിട്ടായിരിക്കണം നമ്മൾ ചെറിയൊരു സംഗതി ചെയ്യുകയാണെങ്കിൽ പോലും ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവർ രണ്ടുപേർക്കും പ്രായമെത്തുമ്പോൾ, അല്ലെങ്കിൽ അവരിൽ ഒരാൾക്ക് പ്രായമെത്തുമ്പോൾ, ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, മോശപ്പെട്ട ഒരു വാക്കും പറയരുത്, ഛേ എന്ന് പോലും പറയരുത്, അവരോട് കയറുക്കരുത്. വലാ തൻഹറുഹുമാ, പിന്നെന്താ നീ പറയേണ്ടത്? വകുല്ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായ, ആദരവുള്ള, സംസ്കാരമുള്ള
അവരെ സന്തോഷിപ്പിക്കുന്ന വാക്ക് പറയണം എന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രായം ചെന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വിശിഷ്യ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ പരാമർശം. സഹോദരങ്ങളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രായം ചെന്ന ആളുകൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ആരാധനകളുടെ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായൊരു ഇബാദത്താണല്ലോ നമസ്കാരം. ആ നമസ്കാരത്തിന് നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ സ്വല്ലാ അഹദുകും ലിന്നാസ്, ജനങ്ങൾക്ക് ഇമാമായിട്ട് നിങ്ങളിൽ ഒരാൾ നിന്നാൽ, എന്നിട്ട് അവൻ എന്ത് ചെയ്യണം? ഫലിയുഖഫിഫ്, അവൻ വളരെ ദീർഘമായി ഓതി നമസ്കരിക്കാൻ പാടില്ല ജനങ്ങൾക്ക് ഇമാമായി നിൽക്കുമ്പോൾ. എന്താ കാരണം? ഫഇന്ന മിൻഹുമുൽ ലഈഫ വസ്സഖീമ വൽ കബീർ, കാരണം ജനങ്ങളുടെ കൂട്ടത്തിൽ ദുർബലന്മാരായ ആളുകളുണ്ടാകും, സഖീം രോഗികളുണ്ടാകും, വൽ കബീർ പ്രായം ചെന്ന ആളുകളുണ്ടാകും. അപ്പൊ ദീർഘമായി ഓതി ഒക്കെ നമസ്കരിച്ചാൽ അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് അത് പാടില്ല, ലഘുവായി നമസ്കരിക്കണമെന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നാൽ വൈദാ സ്വല്ലാ അഹദുകും ലിനഫ്സി, നിങ്ങൾ ഒറ്റക്ക് നമസ്കരിക്കുന്ന ഘട്ടത്തിൽ ഫലിയുതവ്വിൽ മാഷാ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വലിയ സൂറത്തുകൾ ഓതി നിങ്ങൾ നമസ്കരിച്ചോളൂ, പ്രശ്നമില്ല. അതാണ് സ്വഹീഹുൽ ബുഖാരിയിൽ 703 നമ്പർ വചനം. സഹോദരങ്ങളെ, കാരുണ്യത്തോടുകൂടെ നിലകൊള്ളുക. നമുക്ക് അവരെ അടിക്കുവാനോ മർദ്ദിക്കുവാനോ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനോ ഒരിക്കലും അർഹതയില്ല. അത് നമ്മുടെ ഈമാൻ ഹറാബാക്കുന്ന, നശിപ്പിക്കുന്ന കാര്യമാണ്, പരലോകത്തെ ബാധിക്കുന്ന കാര്യമാണെന്ന് ഓർക്കുക. അല്ലാഹു തആല പ്രായമുള്ള ആളുകളോടൊക്കെ നന്മയോടുകൂടെ നിലകൊള്ളുവാൻ, അവർക്ക് പ്രാർത്ഥന നിർവഹിക്കാൻ, സേവനം ചെയ്യുവാൻ ഒക്കെ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, പരിശുദ്ധനായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് അല്ലാഹു തആലയുടെ തൃപ്തി ലഭിക്കുന്ന, പൊരുത്തം ലഭിക്കുന്ന ജീവിതം നയിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒട്ടേറെ സംഭവങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു, നമുക്കറിയാം, അദ്ദേഹം ആദ്യകാലത്തെ മുസ്ലിമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്, ഒന്നാമത്തെ ഖലീഫയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ സംഗതികൾക്കും ഒരു വലങ്കയ്യായി ഉണ്ടായിരുന്ന വ്യക്തിത്വമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അബൂ ഖുഹാഫ എന്നായിരുന്നു. അദ്ദേഹം പ്രായം ചെന്നിട്ടുണ്ട്, നരബാധിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ആ ഘട്ടത്തിൽ മുസ്ലിമായിട്ടില്ല. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ പിതാവിനെ അങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ കൊണ്ടുവരുമ്പോൾ അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. റസൂലുള്ള ചോദിക്കുകയാണ്, ഹല്ലാ തറക്ത ശൈഖ ഫീ ബൈതിഹി ഹത്താ അകൂന അന ആതിഹി ഫീ, നിനക്ക് അവിടെ തന്നെ അദ്ദേഹത്തെ വെച്ചുകൂടായിരുന്നു, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് തന്നെ ചൊല്ലുമായിരുന്നല്ലോ എന്നുള്ളതാണ്. ഖാല അബൂബക്കർ യാ റസൂലല്ലാഹ്, അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഹുവ അഹഖു അൻ യംശി ഇലൈക മിൻ അൻ തംശി ഇലൈഹി അൻത, താങ്കൾ അദ്ദേഹത്തിലേക്ക് ചെല്ലുന്നതിനേക്കാൾ അദ്ദേഹം ഇങ്ങോട്ട് വരാനാണ് അർഹതപ്പെട്ടത് എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ഫഅജ്ലസ ബൈന യദൈഹി, പ്രവാചകന്റെ മുമ്പിൽ അദ്ദേഹത്തെ ഇരുത്തി. സുമ്മ മസഹ സുദ്റഹു, എന്നിട്ട് ഈ അറബികളുടെ ഒരു രീതിയാണെന്ത്, ഒരു നല്ല നന്മ പ്രകടിപ്പിക്കുക എന്നുള്ള നിലക്ക് ഇങ്ങനെ മാറത്ത് നെഞ്ചത്ത് തടവിക്കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ആ അബൂ ഖുഹാഫയുടെ ആ നെഞ്ചത്ത് ഇങ്ങനെ തടവി. സുമ്മ ഖാല ലഹു അസ്ലിം, പിന്നീട് പറഞ്ഞു നിങ്ങൾ മുസ്ലിം ആകൂ. ഫഅസ്ലമ, അങ്ങനെ അദ്ദേഹം മുസ്ലിമായി എന്നുള്ളതാണ്. അപ്പോൾ ഈ സംഭവത്തിൽ ഉള്ള ഒരു പാഠം എന്ന് പറയുന്നത്,
പ്രായമുള്ള ആളുകൾ അവരെ ഇങ്ങോട്ട് എന്നല്ല അങ്ങോട്ട് ചെന്ന് കാണുക, അവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നുള്ളതാണ്. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ കാണാം. വിശുദ്ധ ഖുർആൻ പറയുന്നത് ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة. സൂറത്തുൽ ബലദ് 17-ാമത്തെ വചനം. ഈമാൻ സ്വീകരിക്കുന്ന ആളുകൾ ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുക, എന്നിട്ടോ കാരുണ്യം കൊണ്ട് റഹ്മത്ത് കൊണ്ട് പരസ്പരം ഉപദേശിക്കുക എന്നാണ്. കാരുണ്യത്തിൻ്റെ വക്താവായി നമ്മൾ നിലകൊള്ളണം. ചെറിയവരോടും വലിയവരോടുമൊക്കെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൈസ മിന്നാ മല്ലം യർഹം സഗീറനാ വയഅരിഫു ഹഖ്ക കബീറനാ. ചെറിയവരോട് കരുണ കാണിക്കാത്തവർ, വലിയവരുടെ അവകാശങ്ങൾ അറിയാത്തവർ നമ്മിൽ പെട്ടവരല്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, എല്ലാവരോടും നന്മ ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ നോക്കൂ, നമ്മുടെ സമ്മേളനം അടുത്തിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെയും സഹിഹായ തിരുചര്യയുടെയും ഒരു ദഅവത്താണ്, ഇസ്ലാമിക പ്രബോധനമാണ് നമ്മുടെ സമ്മേളനം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. എത്രയോ അമുസ്ലിമുകളായിട്ടുള്ള ആളുകൾക്ക് വിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷയും അതോടൊപ്പം തന്നെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന കൃതികളുമൊക്കെ നേരിട്ടെത്തിക്കുന്ന സംവിധാനങ്ങളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ഒരു മെഗാ എക്സിബിഷൻ നടത്തുകയാണ്. എന്ന് പറഞ്ഞാൽ സയൻസ്, ഖുർആൻ, അതുപോലെ തന്നെ പ്രവാചകന്റെ ജീവിതചര്യ, ഇതുമായി ബന്ധപ്പെടുത്തി 10ഓളം എക്സിബിഷൻ ഉള്ള ഒരു മെഗാ എക്സിബിഷൻ. അങ്ങനെ ഇതിലേക്ക് ഒട്ടേറെ അന്യമതസ്ഥരായ ആളുകൾ ഉൾപ്പെടെ നമ്മൾ ക്ഷണിച്ചിരിക്കുകയാണ്, വരും എന്നാണുള്ള പ്രതീക്ഷ. അപ്പോൾ അങ്ങനെ ഒരു ദഅവത്ത് എന്നുള്ള നിലക്കാണ് നമ്മളിത് നടത്തുന്നത്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് നമുക്ക് വിശദമായിട്ട് പറയാം, അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ. ഈ സന്ദർഭത്തിൽ അത് പറയുന്നത്, നിങ്ങളുടെ അടുക്കൽ അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ശേഖരണത്തിന് വരും. അപ്പോൾ നിങ്ങൾ നല്ല മനസ്സോടുകൂടെ സാധിക്കുന്നതിലേക്ക് നൽകണമെന്ന് വളരെ സ്നേഹത്തോടുകൂടെ വിനയത്തോടുകൂടെ ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ ദീനി പ്രവർത്തനത്തിന് വേണ്ടി നൽകണം എന്ന് ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്തായ ഫളല് കൊണ്ട്, റഹ്മത്ത് കൊണ്ട് നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് റഹ്മാനായ നാഥ നിന്റെ ശിഫയും സമാധാനവും നൽകണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി നീ അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാനോടുകൂടെ മരണമടയുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത് റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين صلى الله وسلم على نبينا محمد والحمد لله رب العالمين.